അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന വീട് യാഥാർത്ഥ്യമായിരിക്കുന്നു. മനു, താക്കോൽദാന ചടങ്ങ് നടക്കുകയാണ്. അമ്മയ്ക്ക് താക്കോൽ കൈമാറുകയാണ്. ആ കുടുംബത്തിന്റെ വേദനയും സങ്കടവും ഒക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇന്ന് അവരുടെ മനസ്സിൽ ഒരു സന്തോഷത്തിന്റെ ഒരു കണിക അവരുടെ മുൻപിലുണ്ട്. ആ വീട് യാഥാർത്ഥ്യമായിരിക്കുന്നു, അടച്ചുറപ്പുള്ള ഒരു വീട് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നത്, മകളുടെ ചികിത്സ നടക്കുന്നു എന്നത്, ഒപ്പം തന്നെ മകന് ജോലി കിട്ടിയെന്നത്. ഇതിൽ പരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജീവൻ ഒരിക്കലും വീണ്ടും കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആ കുടുംബത്തോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കുക, അവരെ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ആ വാക്ക് സർക്കാർ പാലിക്കുന്നത്. അതെ മനു, ഈ ബിന്ദു മരിച്ച സമയത്ത് മിനിസ്റ്റർ ബിന്ദു അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ മകൻ പറഞ്ഞു എന്റെ അമ്മ മരിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോ മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? എന്റെ പേരും മിനിസ്റ്റർ ബിന്ദു എന്ന് തന്നെയാണ്. അതുകൊണ്ട് അമ്മയില്ല എന്നൊരു വിഷമം നിങ്ങൾക്ക് വേണ്ട. സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വാക്കുകൾക്കപ്പുറത്തേക്ക് മനസ്സിൽ തൊടുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. സർക്കാർ അവരെ ഏറ്റവും ചേർത്ത് നിർത്തിക്കൊണ്ട് ആ കുടുംബത്തിന്റെ കൈപിടിക്കുകയാണ്. നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട് എന്ന് ഒരു നാട് ഒരുമിച്ച് അവരോട് പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ അമ്മൂമ്മയുടെ കണ്ണിൽ സങ്കടമുണ്ട്, പക്ഷേ ഒരു ചെറിയൊരു ആശ്വാസവും ഒരു സന്തോഷവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കുടുംബത്തിന് ഒരു വലിയൊരു ആശ്വാസമാകുന്നു അടച്ചുറപ്പുള്ളൊരു വീട്, മകനൊരു ജോലി, മകളുടെ ചികിത്സ. അവർക്കിനി സമാധാനത്തോടെ സുരക്ഷിതമായി കഴിയാൻ മുന്നോട്ട് പോകാം. പക്ഷേ അപ്പോഴും നമുക്കറിയാം ആ വലിയ സങ്കടം. നൽകിയ കേരള സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് നാടിന്റെ ആദരവ് നാടിന് വേണ്ടി നൽകുന്നതിന് തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി വിൻസെന്റിനെ ക്ഷണിക്കുന്നു. അതൊരു വലിയ സ്നേഹപ്രകടനം നമുക്ക് കാണാൻ കഴിയുന്നു. ആ കുടുംബത്തെ അങ്ങനെ ചേർത്ത് പിടിച്ച സർക്കാരിന് ആ നാട് നൽകുന്നതാണ്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ ആ ഒരു ഉപഹാരം എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അന്ന് എന്തൊക്കെ അധിക്ഷേപങ്ങൾ സർക്കാരിന് നേരെ ഉന്നയിച്ചിരുന്നു, സർക്കാരിന് നേരെ എത്രയും മോശം പ്രചരണമായിരുന്നു നടത്തിയത്. അന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഒരിക്കലും ആ കുടുംബം അനാഥമാകില്ല. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചു പോയി. അതൊരു ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു, അത് തകർന്നു വീണ ഒരു മരണം സംഭവിക്കുന്നു. ആ കുടുംബത്തെ പിന്നീട് സർക്കാർ ചേർത്ത് നിർത്തുന്നു. മനു, ഇത് ആ കോൺട്രാക്ടർക്കാണ് ഇപ്പോൾ ആ കുടുംബം ഉപഹാരം നൽകിയിട്ടുള്ളത്. നേരത്തെ നമുക്ക് ബിന്ദുവിന്റെ ഭർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു മനു, അതായത് ഒരു മാസക്കാലത്തോളം, അതായത് ഒരു മാസം 10 ദിവസം മാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ. അതെ, അത് ദിനരാത്രം അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എങ്ങനെ വേണം എന്നുള്ള നിർദ്ദേശം നൽകി എന്ന് പറയുന്നു. അതായത് തന്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു ഈ പറയുന്ന കോൺട്രാക്ടർ എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്, നല്ലവരായ ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നതിന്റെ ഒക്കെ ഒരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നാട്ടുകാരുടെ സ്നേഹമാണ് മന്ത്രി വി എൻ വാസവനും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനും ഇപ്പോൾ അവർ ആ സ്നേഹോപഹാരങ്ങൾ നൽകിക്കൊണ്ട് പ്രകടിപ്പിച്ചിരിക്കുന്നത്. വലിയൊരു മനോഹരമായ ഒരു നിമിഷമാണ്. സങ്കടങ്ങൾക്കിടയിലും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു വെളിച്ചം നൽകുന്ന കാഴ്ച തന്നെയെന്ന് നമുക്ക് ഈ നിമിഷത്തെ, ഈ രാത്രിയെ നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. ആ കുടുംബത്തിന് ഇനി മുതൽ എല്ലാ രാത്രികളിലും അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ ഉറക്കമുറങ്ങാം എന്നതിൽ പരം ഒരു സന്തോഷം മറ്റൊന്നുണ്ട്.